അപ്പോൾ നമ്മളെ ഈ ഗീവ് അവേയിൻ്റെ വിജയി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ. നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ പുതിയ ഒരു റെഡി ടു കിറ്റ് അല്ലെങ്കിൽ കൺവെർഷൻ കിറ്റ്, ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. കൺവെർഷൻ കിറ്റിന് പുതിയ ബോർഡ് വന്നിട്ടുണ്ടത് ഈ ഒരു ടൈപ്പിലാണ്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ബോർഡാണ്. ഈ ബോർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്ന കനോപ്പി ഉണ്ടാവുമല്ലോ, ഫാനിൻ്റെ പച്ച ചുമപ്പോ കളർ ഏതും ആയിക്കോട്ടെ, ആ കനോപ്പിയിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ്. നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കനോപ്പി കുറച്ച് വലുതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഫാന് പല കളറാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന കനോപ്പി 2 കളറാണ്, ഒന്ന് ഐവറി ഒന്ന് ബ്രൗണുമാണ്. അപ്പോൾ ആ 2 കളറ് കൊടുക്കുന്നത് കൊണ്ട് കസ്റ്റമർ അടുത്തുള്ളത് പിന്നെ നീലയൊക്കെ ആവും. അപ്പോൾ ആ കനോപ്പി അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കളർ കോമ്പിനേഷനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു കിറ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇത് കുറച്ചും കൂടി പെർഫോമൻസും കൂടിയുള്ള കിറ്റാണ്. ഇപ്പോൾ നമ്മളുടെ പുതിയ മോഡൽ ഫാൻ വന്നിട്ടുണ്ട്, അതിനകത്ത് ഉപയോഗിക്കുന്ന ബോർഡാണിത്. വളരെ ക്യൂട്ടായിട്ടുള്ള മോട്ടറാണ്, ചെറിയ മോട്ടറും നോർമൽ ലീഫും 1200 1400 mm വുഡൻ ലീഫൊക്കെ വരുന്ന മോട്ടർ യൂണിറ്റാണ് ഇപ്പം നമ്മൾ ആ ഫാനായിട്ട് വരുന്നത്. അതിലുപയോഗിക്കുന്ന ബോർഡാണ് ഇത്. ഇത് നമ്മൾ കിറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്ത് നോക്കാം, കൺവെർഷനായിട്ട് എങ്ങനെയാണ് ചെയ്യണതെന്ന്. കുറേ മുമ്പ് ചെയ്ത കൺവെർഷൻ വീഡിയോ ആണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ബോർഡൊന്നും അല്ല ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ബോർഡ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മളൊരു ഗിവ് അവേ പറഞ്ഞിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ. നമ്മൾ ഡിസ്പ്ലേയിൽ കാണിച്ച ഈ ഒരു ഫാന് നമ്മൾ കസ്റ്റമർക്ക് നമ്മളെ വീഡിയോയിൽ ഏറ്റവും കമൻറ്റിൽ ഏറ്റവും കൂടുതൽ ലൈക്കുള്ള വ്യക്തിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ന്യൂ ഇയർ പ്രമാണിച്ച് നമുക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിനെ നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ അതും ഇതോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ അതും ഉൾപ്പെടുത്താം. JZ സ്മോക്ക് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. അന്ന് നമുക്ക് നല്ല വിപണിയിൽ നല്ല മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോഡലും കൂടിയാണ് ഇത്. അപ്പോൾ ഈ മോഡലിൻ്റെ ആ ഒരു ഫാൻ തന്നെ നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ വ്യക്തി നമുക്ക് അതിനകത്തുനിന്ന് തിരഞ്ഞെടുക്കുകയും ചെയ്യും. അതും ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു കൺവെർഷൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള പുതിയ ബോർഡ് വെച്ചിട്ടുള്ള ഒരു കൺവെർഷൻ നമ്മൾക്ക് ചെയ്തിട്ടില്ല. ആദ്യത്തെ ബോർഡ് വെച്ചിട്ടുള്ളതാണ് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ കസ്റ്റമറൊക്കെ ഈ ഒരു ബോർഡ് കൊടുക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഫിറ്റിങ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിടാൻ നമ്മൾ വീഡിയോ ചെയ്തായിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് വിചാരിക്കുന്നത്. നമുക്ക് ഇത് പഴയ ഫാനാണ്. ഇത് 80-85 വാട്ടൊക്കെ എടുക്കുന്ന നോർമൽ ഫാനാണ്. അപ്പോൾ നമ്മളിതാണ് കൺവേർട്ട് ചെയ്യാൻ ഇന്ന് എടുക്കുന്നത്. വേറെ ഒന്ന് നമ്മൾ ഓൾറെഡി മാഗ്നറ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് മാഗ്നറ്റ് കണക്ട് ചെയ്ത് നോക്കാം. ആ കോയിലും പുതിയ ബോർഡ് ഇട്ടിട്ട് വർക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ പഴയ റോട്ടർ. ഈ സ്പ്രിങ് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ ബെയറിങ്ങിൻ്റെ ഇവിടെ ലൂസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നിർബന്ധ ഘട്ടങ്ങളിൽ മാത്രമേ സ്പ്രിങ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. നോർമൽ ചില കസ്റ്റമറൊക്കെ സ്പ്രിങ് ഇടാറുണ്ട്. സ്പ്രിങ് ഇടുമ്പോൾ ഒന്നും കൂടി ടൈറ്റ് കൂടുകയാണ് ചെയ്യണത്. അതേപോലെ ചെറിയൊരു സൗണ്ട് ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ഈ വാഷറും ചിലപ്പോൾ സൗണ്ട് ഉണ്ടാക്കണതാണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ ബോട്ടത്തിൽ ഒരിക്കലും മാഗ്നറ്റ് ഫിക്സ് ചെയ്യരുത്. മിക്കവാറും കസ്റ്റമറൊക്കെ ഇതിനകത്ത് മാഗ്നറ്റ് ഫിക്സ് ചെയ്യും. ഇങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കോയിൽ ഇതിനകത്തും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കറക്റ്റ് അളവ് അറിയില്ല. അത് അടച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റും കോയിലും ഏത് അലൈൻമെൻറ്റിലാണ് നിൽക്കുന്നത് നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയില്ല. അപ്പോൾ മാക്സിമം ടോപ്പ് ബോഡിയിൽ തന്നെ ചെയ്യുക. ബോട്ടത്തിൽ ഒരിക്കലും മാഗ്നറ്റ് ചെയ്യരുത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബോഡിയിൽ അധികം പണിയൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. അതിപ്പോൾ നമുക്കിപ്പോൾ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ പോയിൻ്റ്. ഈ ഒരു ബോഡിയിൽ വരുമ്പോൾ ഉള്ള പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നോർമൽ വരുന്നത്. സാധാരണ റോട്ടറിന് ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. നമ്മൾ അളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഈ ഒരു ഗാഡിയിൽ പൊതുവെ ലോക്ക് ചെയ്യണത് ഇവിടെയാണ്. പക്ഷേ ഈ റോട്ടർ കുറച്ചും കൂടി ഇറങ്ങി കിടക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതാണ് സീറ്റിങ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ് അളവ് എന്ന് വിചാരിച്ചിട്ട് മാഗ്നറ്റ് കട്ട് ചെയ്യരുത്. ശരിക്ക് അളവ് വരുന്നത് ഇതാണ്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് തന്നെ വേണം നമുക്ക് മാഗ്നറ്റ് ചെയ്യാൻ. ഈ മാഗ്നറ്റിൻ്റെ ഈ പോള് നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തു. ഇവിടെ നമ്മൾ ടൈൽ കട്ടർ ചെരിച്ച് വെച്ചിട്ടാണ് അതിന്മേൽ ഗ്രൈൻഡ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ആക്സോ ബ്ലേഡ് കൊണ്ടൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ സാൻഡ് പേപ്പർ ഇട്ട് വരുതാനൊക്കെ പറ്റും. വളരെ മൈന്യൂട്ടായിട്ട് വരുത്തി കഴിഞ്ഞാൽ മതി. ഓൾറെഡി ഇത്
കട്ട് ചെയ്തൊരു സൈസാണ്. ആദ്യമൊക്കെ വന്നതിൻ്റെ സ്റ്റാർ മാഗ്നറ്റ് കുറച്ച് സൈസ് ഉണ്ടായിരുന്നു, ഒരുപാട് കട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല, വളരെ ചെറിയ രീതിയിൽ കട്ട് ചെയ്യാനുള്ളൂ. ചില ഫാനിന് നമുക്ക് ഈ ഒരു ഗാഡി ഇല്ലാത്ത ടൈപ്പ് ഉണ്ടാവും, അപ്പോൾ അത് നമ്മൾ ഇതുവരെ കളയേണ്ടി വരുന്നു മാത്രം. അത് വളരെ റെയർ കേസിലേ അങ്ങനെ ഉള്ളൂ. കൂടുതലും ഇങ്ങനെ അതേപോലെ ഗാഡി ഉണ്ടാവും. ഈ 6 ഗാഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അധികം നമ്മൾ കട്ട് ചെയ്യേണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റാണ്. ഇങ്ങനെ വെക്കുമ്പോൾ ഉള്ളൊരു ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാഗ്നറ്റും കോയിലും ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ സ്പേസർ ഇടാറുണ്ട്. ഞാൻ ആ സ്പേസർ കാണിച്ചു തരാം. ഇതാണ് ശരിക്കും സ്പേസർ പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യണത്. ഇതിപ്പോൾ നമ്മൾ മാഗ്നറ്റിൻ്റെയും കോയിലിൻ്റെയും ഇടയിലിടും, കോയിലിട്ടതിന് ശേഷം ഇടും. പക്ഷെ നമുക്കിപ്പോൾ കുറേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആവും. അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. മാഗ്നറ്റിൻ്റെ കട്ടിങ് കറക്റ്റായതോ, ഈ ഒരു കട്ടിങ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കട്ടിങ് എന്ന് പറയാൻ പറ്റില്ല, ഗ്രൈൻഡിങ് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്പേസർ ഇടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ പറയണത്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടാൽ ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യാം, അപ്പോൾ അത് ലോക്കായി. ഈ ഒരു സാധനം പോരൂല. ഇനി ഒട്ടിക്കേണ്ട ആവശ്യം പോലും ഇല്ല. പക്ഷെ നമ്മളൊരു ജസ്റ്റ് ഒരു ഗമ്മ് ചെയ്യണത് നല്ലതാണ്. ഇപ്പം ശരിക്ക് നമ്മൾ ഈ ഒരു സ്പേസർ ഇട്ടിട്ട് ആണ് മാഗ്നറ്റ് വെക്കാൻ ഞാൻ കാണിച്ചു തരാം. നമ്മൾ നോർമലി ആദ്യമൊക്കെ ചെയ്തിരുന്നത് അങ്ങനെയായിരുന്നു. കുറച്ചും കൂടി അമരാനുണ്ട്. നമുക്ക് ഈ കോയിൽ മാഗ്നറ്റിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു പഴയ ഫാനിൻ്റെ റാഡ് എടുത്തിട്ട് ഇതിലൂടെ അങ്ങനെ അടിക്കുക. എന്നിട്ട് ഇവിടെ ജസ്റ്റ് 2 അടി അടിച്ചാൽ സാധനം നമുക്ക് ഇറങ്ങും. ഇപ്പം നമുക്ക് ഈ മാഗ്നറ്റ് ഇപ്പം നമുക്ക് സ്പേസർ പോലും ഇടണ്ട. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ ഒരു സ്പേസർ ഇട്ടതിന് ശേഷമാണ് എന്ത് ചെയ്യുക, മാഗ്നറ്റ് ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മളത് ഊരി എടുത്തിട്ട് ഇത് കറങ്ങുകയാണ് ചെയ്യുക. പക്ഷേ ഇത് ഈ കട്ടിങ് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ, അത് ആ ഗ്രൈൻഡിങ് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലും ഇടണ്ട എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു സ്പേസർ ആദ്യം ഇടുന്നു, മാഗ്നറ്റ് ഒഴിച്ചിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം ആ സ്പേസർ എടുക്കുക. ഇതിപ്പോൾ ശരിക്ക് നമ്മൾ കാനോപ്പി കട്ട് ചെയ്തതിൻ്റെ ഒരു പീസാണ് ഇത്. പഴയ ഉജാലൻ്റെ ബോട്ടിൽ പൊട്ടിച്ചാലും മതി, ആർപിക്കിൻ്റെ ബോട്ടിൽ പൊട്ടിച്ചാൽ മതി. അതൊക്കെ ഏകദേശം കറക്റ്റാണ്. ഈ ഒരു തിക്നെസ് മതി, വലിയ തിക്നെസ് വേണ്ട. അത് ചുറ്റിനും ഇടണം. ഒരു 8 എണ്ണമെങ്കിലും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ അത് ഉപയോഗിക്കുക. പിന്നീട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത്. ഒരു 5-6 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം നമുക്കൊന്നും ഇങ്ങനെ സ്പേസർ ഇടേണ്ട ആവശ്യമില്ല. ഏകദേശം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ മാഗ്നറ്റിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്നുള്ളത്. ഇതിനോടൊരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യുക. വളരെ സിമ്പിളാണ്, വലിയ സംഭവമൊന്നുമല്ല. പിന്നെ എല്ലാവരും വിചാരിക്കും ഇപ്പോൾ അത് പുതിയ ഫാൻ വാങ്ങല്ലേ ലാഭം എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ നല്ല ഭംഗിയുള്ളൊരു ഫാനൊക്കെ നമുക്ക് ഒഴിവാക്കാറുണ്ട്, ഭയങ്കര ഒരു വിഷമമാണ്. അപ്പോൾ ആ ഒരു വേസ്റ്റ് ആക്കാതെ ആ ഫാനിനെ എങ്ങനെ നമ്മൾ റീയൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കിറ്റിൻ്റെ ഉപയോഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണത്. അപ്പോൾ നമുക്ക് ഈ ബോർഡൊക്കെ ഒന്ന് കുടുക്കിയിട്ട് എങ്ങനെയുണ്ട് അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും നോക്കാം. അതിൻ്റെ കണക്റ്റിങ് എങ്ങനെയാണെന്നും കൂടി നോക്കാം. ഈ ബോർഡും മറ്റേ ട്രേയും തമ്മിലുള്ളത്. ആദ്യം നമ്മൾ കണ്ടുകൊടുക്കണമൊക്കെ ഡബിൾ ബോർഡ് വരുന്ന ഒരു ട്രേ ആയിരുന്നു. അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇങ്ങനത്തെ ബോർഡായിരുന്നു, ഡബിൾ ബോർഡായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതൊക്കെ മാറി. പക്ഷേ ഇതൊക്കെ സർവീസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മാത്രം നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ വരുന്ന ഈ ഒരു ട്രേ ഉപയോഗിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ചെറിയ ബോർഡാണ് ഇത്. നമുക്ക് ചെറിയ കനോപ്പി ഉപയോഗിക്കാമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഈ ഒരു കനോപ്പി മതി ഇതിന് കവർ ചെയ്ത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളുള്ള ഫാന് ഏത് കളറാണെങ്കിലും അതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് ഫിക്സ് ചെയ്ത് നോക്കാം. പിന്നെ ഈ ഒരു കോയിൽ നമ്മളെപ്പോഴും മാഗ്നറ്റിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി കിടക്കുന്നതാണ് എപ്പോഴും നല്ലത്. പരമാവധി ഒന്നും കൂടി അടിച്ച് താത്താനുണ്ട്. ഇത് ഇപ്പോൾ ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഒന്നും കൂടി താഴാണ്ട് താന്നു കഴിഞ്ഞാലാണ് ഒന്നും കൂടി സ്പീഡ് കിട്ടുക. ഈ ഒരു മേശമ വെച്ചിട്ട് നമുക്ക് അടിക്കാൻ പറ്റില്ല, പരിമിതിയുണ്ട്. ഇപ്പോൾ നമ്മൾ മാക്സിമം അടിച്ച് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഇതിൻ്റെ പോയിൻ്റ് കിടക്കുന്നത്. മാഗ്നറ്റ് അതായത് കോയിൽ മൈനസും മാഗ്നറ്റ് പ്ലസ് ആയിട്ടാണ് നിൽക്കേണ്ടത് കേട്ടോ. അപ്പോൾ കോയിൽ പരമാവധി ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ബെയറിംഗ് സീറ്റിങ്ങിലേക്ക് ബെയറിംഗ് മാക്സിമം അടിച്ച് താത്തണം. അത് ഇരുമ്പിൻ്റെ ചുറ്റിക ഉപയോഗിച്ച് അടിക്കരുത്. ഇവിടെ ഒരു ചട വരും. ചട വന്നു കഴിഞ്ഞാൽ പിന്നെ ബെയറിങ്ങിലേക്ക് കയറില്ല. പ്രത്യേകം ശ്രദ്ധിക്കാം. മരത്തിൻ്റെയോ റബ്ബറിൻ്റെയോ ചുറ്റിക ഉപയോഗിച്ചിട്ട് ചെയ്യണം. ഇനി നമുക്കത് ഫിക്സ് ചെയ്യാം. നമുക്കിനി ഗം ചെയ്യാം. ഇതിപ്പോൾ നല്ല ഫിക്സ് ചെയ്ത് നിന്നിട്ടുണ്ട്, ടൈറ്റിലാണ് നിൽക്കുന്നത്. പക്ഷെ എന്നാലും നല്ലതാണ് ഒരു ഗമ്മിൻ്റെ സപ്പോർട്ട്. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം.
തുടക്കത്തിലൊക്കെ നമ്മൾ ഈ ഒരു ഫാൻ ചെയ്യുമ്പോൾ നമുക്ക് അരമണിക്കൂറിൻ്റെ അടുത്തൊക്കെ സമയം എടുത്തിരുന്നു ഒരു ഫിറ്റിങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒത്തിരി ഫാൻ ചെയ്തപ്പോൾ നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസും കൂടിയായി. എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയോ. വളരെ റെയർ കേസിൽ ചിലപ്പോൾ നമ്മൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ മെനക്കെടേണ്ട ഫാനും വരാറുണ്ട്. ചിലത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അടയാത്ത പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വരും. അപ്പം മാഗ്നറ്റൊക്കെ ചെറുതായിട്ട് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് ഇവിടെ ഒന്ന് ചിലപ്പോൾ ചിലതിനൊക്കെ ചെത്തി കൊടുക്കേണ്ടി വരും, ഇവിടെ ചെത്തി കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒരു 100 എണ്ണമൊക്കെ ചെയ്യുമ്പോൾ 10 എണ്ണത്തിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ വരും. ഫിറ്റിങ്സിനൊക്കെ കോമൺ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. ഒരു എക്സ്പീരിയൻസ് ആണ്. അതൊക്കെ ശരിക്കും നല്ലൊരു സാധ്യത ഉള്ളൊരു ബിസിനസ്സും കൂടിയാണ്. ഒത്തിരി പേര് ഇപ്പോൾ ഇതുമായിട്ട് ചെയ്യുന്നതുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഒരു കൺവേർഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്രയോ പേര് സ്വയം തൊഴിൽ പോലെ ചെയ്യുന്നുണ്ട്. ഒത്തിരി പേരുണ്ട്. എനിക്കിത് നമുക്കിതിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മളിത് പുതിയ ഫാനും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, റെഡി ടു കിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പരിശീലനം കൊടുക്കുന്നുണ്ട്. നമുക്കിതിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. എന്നാൽ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്കതൊന്ന് റെഡിയായി വരുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും കൂടിയുണ്ട്. നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്കത് അതേപോലെ ചെയ്യാൻ പറ്റിയെന്ന് പറയുമ്പോൾ, അത് ഫോണിലൂടെ ആണെങ്കിലും അത് ചെയ്തു റെഡിയായി എന്നൊക്കെ പറയുമ്പോൾ, പഴയ ഫാന് ഫിറ്റ് ചെയ്യാൻ പറ്റാതെ കുറേ പേര് ഫോണിൽ വിളിച്ചിട്ട് അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കും. എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു തരാം. ഇനിയിപ്പോൾ ഒരു ഫീയും വേണ്ട, ഇവിടെ വന്നാൽ ആർക്കും നമ്മൾ ഫ്രീ ആയിട്ട് ഇത് പഠിപ്പിച്ചും കൊടുക്കും. അതിനൊന്നും നമുക്കൊരു ഇതും വേണ്ട, ആർക്കും വരാം, എപ്പോഴും വിളിക്കാം. അതുപോലെ തന്നെ ഈ ബോർഡ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ബോർഡ് ഉപയോഗിച്ചിട്ടോ, ആറ്റംബർഗിൻ്റെയോ അല്ലെങ്കിൽ ആവൽസോ ക്രോംപ്ടൺ ഏത് കമ്പനി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ബോർഡ് കമ്പനിയിൽ നിന്ന് സർവീസ് കിട്ടാതെ നിൽക്കുന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഈ ബോർഡ് മാറ്റാം. 750 രൂപയാണ് ബോർഡിൻ്റെ വില വരുന്നത്. റിമോട്ടിന് ഒരു 140 രൂപ റിമോട്ടിന് വരും. നമുക്ക് പുതിയതായിട്ട് അതിലേക്ക് കൺവേർട്ട് ചെയ്യാം മീൻസ് ആ ഫാനിൻ്റെ കോയിലും മാഗ്നറ്റും ഒക്കെ അത് തന്നെ ഉപയോഗിക്കാം. ഈ ബോർഡ് മാത്രം മാറ്റിയിട്ട് നിങ്ങൾക്ക് ആ ഫാൻ തന്നെ റൺ ചെയ്യാൻ പറ്റും. കമ്പനിയിൽ നിന്ന് വാറണ്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിടക്കുന്ന ഫാൻ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ്. കോമൺ ആയിട്ട് എല്ലാ ഫാനും ഇത് ചെയ്യുന്ന നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന BLDCക്കും ഈ ഒരു കിറ്റ് ഉപയോഗിക്കാൻ പറ്റും. 24 വോൾട്ടിൻ്റെയാണ് ഇത് വരുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു കിറ്റാണ് ഉപയോഗിക്കണമെങ്കിൽ ഈ ട്രേയിലാണെങ്കിൽ ഇതിപ്പോൾ നമുക്കിങ്ങനെ ഇടുന്നതിൻ്റെ മുമ്പായിട്ട് ഈ ഒരു ട്രേ ഇവിടെയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഹോൾസ്, ചില ബോർഡുകൾക്ക് ഇവിടെ ഹോൾസ് ഉണ്ടാവില്ല, ട്രേക്ക് നമ്മളിടണം. ഇതിപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. ഈ ഹോൾസ് ഇവിടെ ഈ ഷാഫ്റ്റിൽ കാണുന്ന ഈ ഒരു ഹോൾസിലേക്ക് സ്ക്രൂ ചെയ്യാം. അത് പിന്നെ നമ്മളെ വുഡൻ സ്ക്രൂ ആയാലും മതി, ചെറിയ നമ്മൾ പഴയ ഫാൻ കഴിച്ചെടുത്തപ്പോൾ കപ്പാസിറ്റർ കുടുക്കിയിട്ടുണ്ടായിരുന്ന ആ സ്ക്രൂ ആയാലും മതി. രണ്ടും നമുക്ക് ഇതിവിടെ കണക്ട് ചെയ്യാം. പിന്നെ ഈ ഒരു ഗ്യാപ്പിലൂടെ വയറെടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഇത് ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. ഇതിനകത്ത് ആകെ ഉള്ളത് ഇത് DC വയറാണ്. ഇത് 24 വോൾട്ടും 12 വോൾട്ടും സപ്പോർട്ട് ചെയ്യും. അതിനകത്ത് നമുക്ക് ഏതാ വേണ്ടതെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്ത്. ഇപ്പോൾ 24 വോൾട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഇത് 12 വോൾട്ടിലും നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും. AC ആണ് ഇതിൻ്റെ പ്രത്യേക കണക്ഷൻ. ഇതിൽ മാറി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വർക്കിംഗ് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. മോസ്ഫെറ്റ് എല്ലാം കംപ്ലീറ്റ് പോവും. അപ്പോൾ ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിവിടെ അങ്ങനെ കണക്ട് ചെയ്യുന്നു. ഈ ഒരു കോയിലിൻ്റെ വയർ, ഇത് കോയിലിലേക്ക് പോകണം 3 വയറാണ്, 3 ഫേസ് ലൈനാണ്. ഇത് നമ്മളിപ്പോൾ ഇതിനകത്ത് കണക്ട് ചെയ്താൽ ഇത്രയേ ഉള്ളൂ കണക്ഷൻ. ഇനിയിപ്പോൾ ഇതിവിടെ സ്ക്രൂ ചെയ്യാന്നുള്ളതാണ്. സ്ക്രൂ ചെയ്യുമ്പോൾ ഈ ഒരു ബോഡിയും ഇതും തമ്മിൽ ടച്ച് ആവാത്തൊരു അകലം ഇട്ടിട്ട് വേണം ചെയ്യാൻ. അതേപോലെ തന്നെ ഇപ്പോൾ ഇനി നമുക്ക് ആ ബോർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഇതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഇടണം, സെൻറ്ററിലൂടെ ഇടണം. അങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു കോയിലിന് ഇതിവിടെ കണക്ട് ചെയ്യുക. ഇത്രയാണ് ഉള്ളത്. ഇത് DC വയറാണ്, മാറി കൊടുക്കരുത് എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് പ്രത്യേകം പറയാനുള്ളൂ. ഇത് നമ്മൾ ഇതിനകത്ത് വെച്ചാൽ മതി, ഫ്രീ ആയിട്ട് എവിടെയും ടച്ച് ആവില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഇൻസുലേഷൻ ചുറ്റിയിട്ടും വെക്കാം. AC-ൻ്റെ വയർ പുറത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടപ്പാണ്. ഇതിനകത്ത് കൂടെ AC വയർ പുറത്തേക്ക് ഇട്ടിട്ട് മാറ്റി വെക്കുക. DC വയർ ഉള്ളിൽ ഒതുക്കി വെക്കുക. കാരണം പുറത്തേക്ക് ഇട്ടാൽ മാറിയിട്ട് നമ്മൾ കണക്ഷൻ കൊടുത്തു പോകും. അഥവാ DC ഉപയോഗിക്കുന്നവർക്ക് മാത്രം DC പുറത്തേക്കൂടെ കൊടുക്കുക. നമ്മുടെ അടുത്തുള്ള എല്ലാ ബോർഡും ഹൈബ്രിഡാണ്. ഇനിയിപ്പോൾ നമ്മളിത് ഇതേപോലെ തന്നെയാണ്. ഇതിൻ്റെ സ്ക്രൂ നമ്മൾ ഇതേപോലെ ചെയ്യണം. അതായത് ഇവിടെ ഒരു ഹോൾസ് ഇടണം നമ്മൾ, ചെറുതായിട്ട് സ്ക്രൂ ആണ്. ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമ്മൾ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഇവിടെ തട്ടാത്ത രീതിയിൽ. ചില ഫാനുകൾക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ചില ഫാനുകൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ചില ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഈ ഒരു ഫാനിന് ഈ സ്റ്റെപ്പ് ഉണ്ട്.
ഇതില്ലാത്തത് വരുന്നുണ്ട് ഫ്ലാറ്റായിട്ട്. അതാണ് നമുക്കൊന്നുകൂടി സൗകര്യമാണ്. ഇത് വരുമ്പോൾ ഈ ട്രേ ഇതിമ തട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പൊന്തിച്ചിട്ട് ഹോൾസ് ഇടണം. ഹോൾസ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. ഇതിമ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്കത്തിനെ അത് ബാധിക്കും. ഫ്യൂച്ചറിലൊരു സൗണ്ടും ഉണ്ടാവും. അപ്പോൾ നമുക്ക് അലോസരപ്പെടുത്തും ആ സൗണ്ട് നമ്മൾ. അപ്പോൾ നമ്മളിതിവിടെ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഒന്ന് വർക്ക് അയച്ച് നോക്കാം. ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിന് ബ്ലേഡ് ഇല്ലാത്തതുകൊണ്ട് കസ്റ്റമറെ ഫാനാണ്, അപ്പോൾ ഒരു ബ്ലേഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് എത്ര വാട്ട്സ് എടുക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കാൻ പറ്റണില്ല. അതാണ് ഇപ്പോൾ ഉള്ള ഒരു വിഷയം. ഇതിനകത്ത് നമുക്ക് ആവറേജ് എടുക്കുക 28-30 വാട്ട്സ് വരെയാണ്. കുറച്ച് വീതി കൂടിയ ബ്ലേഡാണ് ഇതിൻ്റെത്. 7 സ്പീഡാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്ന് പെയർ ചെയ്ത് നോക്കാം. റിമോട്ട് എങ്ങനെയാണ് പെയർ ചെയ്യണത്. ബാറ്ററി നല്ല പുതിയ ബാറ്ററി ഇടണം. പിന്നെ നമ്മൾ ഓഫ് എന്ന് എഴുതിയ ബട്ടൺ നെക്കി പിടിക്കുക. അപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാൻ. എന്താ 2 ബസർ വരും. ഒരു ബസർ ആദ്യം വരും. രണ്ടാമത്തെ ബസർ വന്നു കഴിഞ്ഞാൽ അത് പെയറായി. ഒരു 3 സെക്കൻഡ് ഡിലേ ഉണ്ടാവും വർക്ക് ചെയ്യാൻ. ഇനിയിപ്പോൾ നമ്മളിത് വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് വർക്ക് ചെയ്തിട്ട് കട്ട് ഓഫ് ആവും. കട്ട് ഓഫ് ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോഡ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ കൈ വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ലോഡില്ലാതെ ഇത് കട്ട് ഓഫ് ആവും. നമ്മൾ ഇതുണ്ടോ അങ്ങനെ കൈ വെച്ച് കൊടുത്താൽ ഒരു ലോഡുള്ള ഫീൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കറങ്ങും. ഇനി ഓൺ ചെയ്തു. ഇനി ലോഡില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. നമ്മളൊന്നും ടച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുണ്ടോ ഓഫായി. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ കൈ വെച്ച് കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചത്. ഇങ്ങനെ കൈ വെച്ച് കൊടുത്താൽ ലോഡുള്ള പോലെയാണ് വരിക. ഇതുണ്ടോ, അപ്പോൾ ഓഫാവില്ല. അപ്പോൾ ഇതാണ് നമ്മളെ കൺവേർഷൻ വീഡിയോ. അപ്പോൾ നമ്മളെ ഈ ഗീവ് അവേയിൻ്റെ വിജയി എന്ന് പറയുന്നത് റഷീദ് കോട്ടക്കലാണ്. കോട്ടക്കൽ സ്വദേശിക്കാണ് നമ്മൾ ഈ ഗീവ് അവേ പ്രൈസ് അടിച്ചിട്ടുള്ളത്. അഭാഗ്യശാലി അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പ്രൈസ് നമ്മൾ അയച്ചു കൊടുക്കണമാണ് ഈ ഗിഫ്റ്റ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. C4 Tech ബൈ ഫൈസൽ സൈനിങ് ഔട്ട്. ബൈ.